സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം വേദിയായ പെരിയാറിൽ നിന്ന് ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അരുണിമ ചേരുന്നു. അരുണിമ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ? പാർവതി, കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ്. ഇവിടെ ഇപ്പോൾ തിരുവാതിരകളി മത്സരം പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ തിരുവാതിര കളി മത്സരം പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാം, സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിറഞ്ഞ സദസ്സ് തന്നെയാണ് തിരുവാതിരകളിയെ ആസ്വദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ തിരക്ക് തന്നെയാണ് ഇവിടേക്ക് അനുഭവപ്പെട്ടിരുന്നത്. നമ്മളോടൊപ്പം തിരുവാതിരകളി മത്സരം കാണാനെത്തിയ ഒരു അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഹലോ, തിരുവാതിരകളി പുരാതന രീതിയിലൊരു കലാരൂപമാണ്. ഇപ്പോഴതാണെങ്കിൽ പുതിയ ഡാൻസൊക്കെ ചേർത്ത് പുതിയ കലാരൂപമായിട്ടുണ്ട്. പഴയ ദേവന്മാര് മഹാവിഷ്ണു, ശിവൻ, വിഘ്നേശ്വരൻ ഇവരെ പറ്റിയുള്ള പാട്ടുകൾ പാടിയാണ് തിരുവാതിര അഭിനയിക്കുന്നത്. കാണികൾക്ക് കാണാൻ നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ എന്റെ കൊച്ചുമോളാണ് ഇപ്പൊ തിരുവാതിര കളിക്കാൻ വന്നിരിക്കുന്നത്. കാണാനാണ് ഞാൻ എത്തിയത്. കൂടുതൽ നിന്ന് വല്ലതും പറയണോ? പറ. കലോത്സവം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കലോത്സവ വേദിയിൽ. എൻ്റെ മകളാണ് ഇവിടെ കളിക്കുന്നത്. മകളിപ്പോൾ +1 RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുളമാനൂർ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ മകളുടെ അധ്യാപകരെല്ലാം വന്നിട്ടുണ്ട്. സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടും മറ്റുള്ള എല്ലാ രീതിയിലും നല്ല ഒരു അനുഭവമായിരുന്നു. തിരുവാതിരക്കളി ആസ്വദിക്കാനായി തന്നെ വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മറ്റു വേദികളിലും ഇതേപോലെ തന്നെയുള്ള തിരക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പാർവതി, അരുണിമയാണ് വിവരങ്ങൾ നൽകിയത്.